ഹലോ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് ഒരു 5 ഇയേഴ്സ് ബാക്ക് ഞാനൊരു പല്ലുവേദനൻ്റെ വീഡിയോ ഇട്ടതിൽ ഒരുപാട് പേർക്ക് അത് റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അത്രയും പോസിറ്റീവ് കമൻറ്റ്സ് എനിക്ക് തോന്നുന്നു 100% പോസിറ്റീവ് കമൻറ്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ കിട്ടിയൊരു വീഡിയോ ആണ്. അപ്പോൾ അതൊന്ന് റീപോസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചിട്ട് എടുക്കുന്നതാണ്. അന്ന് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് പല്ലുവേദന അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഞാൻ കുറച്ച് പല്ലുവേദന പെട്ടെന്ന് മാറിക്കിട്ടാൻ വേണ്ടിയുള്ള കുറച്ച് റെമഡീസ് പറയുന്നുണ്ട്. നിങ്ങളെ വീട്ടിലുള്ള എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് തയ്യാറാക്കുന്നതാണ്. പെട്ടെന്ന് പല്ലുവേദന സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവും. നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. ആദ്യത്തെ റെമഡി, ഇത് നിങ്ങൾ ഈ ഒരു റെമഡി ചെയ്ത് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ മാത്രം നിങ്ങൾ ബാക്കി റെമഡീസ് ചെയ്താൽ മതി. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു വെളുത്തുള്ളിയാണ്. ഇത്ര വലിയ വെളുത്തുള്ളിയാണെങ്കിൽ 1 മതി, ചെറുതാണെങ്കിൽ 3 എണ്ണം എടുക്കുക. പിന്നെ വേണ്ടത് 3 ഗ്രാമ്പു ആണ്. പിന്നെ വേണ്ടത് 3 കുരുമുളക്. ഇത് 3ഉം കൂടിയിട്ട് നല്ലവണ്ണം നിങ്ങൾ കുത്തിച്ചതച്ചെടുക്കുക. കുത്തിച്ചതച്ചിട്ട് നമ്മളൊരു പേസ്റ്റ് രൂപത്തിലേക്ക് ഇതാക്കിയെടുക്കുക. അപ്പോൾ ഒരിത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾക്കിത് നല്ലോണം പേസ്റ്റ് പോലെ ആക്കിയെടുക്കുക കേട്ടോ. അതിനുശേഷം നിങ്ങൾക്ക് ഏത് പല്ലിനാണോ വേദന ആ ഒരു പല്ലിൻ്റെ ഇടയിലേക്ക് ഇത് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു 15 മിനിറ്റ് നിങ്ങളത് അങ്ങനെ തന്നെ വെക്കണം. 15 മിനിറ്റിന് ശേഷം നിങ്ങൾ വായിൽ ഒരു ഇളം ചൂടുള്ള വെള്ളം വായിലേക്ക് നിറച്ചതിന് ശേഷം നല്ലവണ്ണം കുലുക്കി തുപ്പിക്കളയുക. ഉറപ്പായിട്ടും നിങ്ങളെ വേദന മാറിക്കിട്ടും. 15 മിനിറ്റ് നിങ്ങൾ വെക്കണം കേട്ടോ, അത് പല്ലിൻ്റെ ഉള്ളിലേക്ക്. ഇനി ഇത് എഫക്റ്റീവ് ആയിട്ടില്ലെങ്കിൽ മാത്രം നിങ്ങൾക്ക് രണ്ടാമത്തെ റെമഡിയാണിത്. അതുപോലെ തന്നെ ഒരു വെളുത്തുള്ളി എടുക്കുക. ഒരു വെളുത്തുള്ളി എടുത്തതിന് ശേഷം ഇതുപോലത്തെ വലിപ്പമുള്ളതാണെങ്കിൽ 1 എടുക്കുക, അല്ലാന്നാണെങ്കിൽ 3, ചെറുതാണെങ്കിൽ 3 എണ്ണം എടുക്കുക കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ റെമഡി എന്തായാലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഫസ്റ്റ് റെമഡി അത് ആയിട്ടില്ലെങ്കിൽ മാത്രം നിങ്ങളിത് ചെയ്താൽ മതി. അതാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും ഫസ്റ്റ് അതന്നെ കാണിച്ചത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് പിന്നെ കുറച്ച് ഉപ്പാണ്. കുറച്ച് ഉപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു 2 പിഞ്ചല്ല ഉപ്പ് മതി. ഇത് രണ്ടും മാത്രം നിങ്ങളൊന്ന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ലവണ്ണം ഒന്ന് കുത്തിച്ചതച്ച് പേസ്റ്റ് പോലെ ആക്കി എടുത്തതിന് ശേഷം നിങ്ങളുടെ വേദനയുള്ള പല്ലിൻ്റെ ഭാഗത്ത് വെച്ച് കൊടുക്കുക. വെച്ചിട്ട് ഇതേപോലെ തന്നെ ഒരു 15 മിനിറ്റ് നിങ്ങൾ വെക്കുക. അതിനുശേഷം കുലുക്കി തുപ്പിക്കളയുക നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. അടുത്തത് ഒരു 3 ഗ്രാം എടുക്കുക. അടുത്ത റെമഡിയാണിത്. ഒരു 3 ഗ്രാം എടുക്കുക. അതിലേക്ക് 3 കുരുമുളകിൻ്റെ കുരു എടുക്കുക. പിന്നെ ഇതെല്ലാം നിങ്ങളെടുത്ത് ഇതിൻ്റെ എല്ലാം പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് പകരം നിങ്ങൾ ഓരോ പിഞ്ച് പൊടി എടുത്താൽ മതി കേട്ടോ. പിന്നെ വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 പിഞ്ച് ഉപ്പ്. ഇത് 3ഉം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ നല്ലവണ്ണം ചതച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയതിന് ശേഷം പല്ലിൻ്റെ ഇടയിൽ വെച്ചിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാക്കിയെല്ലാം നിങ്ങൾ ഇൻഗ്രീഡിയൻസിൻ്റെ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. പല്ലിൻ്റെ ഇടയിൽ വെച്ച് കൊടുക്കുക. 15 മിനിറ്റ് വെക്കുക. വെള്ളം കുപ്പിളിച്ച് കഴുകി കളയുക. ഉറപ്പായിട്ടും നല്ല റിസൾട്ട് കിട്ടുന്ന ഹോം റെമഡീസാണിത്. പല്ലുവേദന കൊണ്ട് ഭയങ്കര കഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇനി നമ്മുടെ അവസാനത്തെ റെമഡി, ഒരു വലിയ വെളുത്തുള്ളി എടുക്കുക, അല്ലെങ്കിൽ ചെറുത് 3 എണ്ണം എടുക്കുക. 3 ഗ്രാമ്പു എടുക്കുക. പിന്നെ വേണ്ടത് ഒരു 2 പിഞ്ച് ഉപ്പ് എടുക്കുക. പിന്നെ 3 കുരുമുളക്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചതച്ചെടുത്തതിന് ശേഷം പല്ലിൻ്റെ ഇടയിൽ വെക്കുക. 15 മിനിറ്റ് വെക്കുക. ഇളം ചൂടുള്ള വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കുപ്പിളിച്ച് കഴിക്കളയുക. അടിപൊളിയാണ്. നല്ല റിസൾട്ട് കിട്ടുന്ന റെമഡീസാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത് മുഴുവനും. നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് മാത്രം ട്രൈ ചെയ്താൽ മതി. ഞാൻ ഫസ്റ്റ് പറഞ്ഞതാണ് ഏറ്റവും എഫക്റ്റീവായിട്ട് ഉണ്ടാവുക. അപ്പോൾ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഉറപ്പായിട്ട് നിങ്ങളുടെ റിസൾട്ട് അറിയിക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.